നമുക്ക് ഇനീഷ്യലി ഫണ്ടിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാലറി ഡിലേ ആയ സമയത്ത് പോലും നമ്മൾക്ക് ഒരു വിഷമവും പറയാതെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ടീമാണ്. അവർക്ക് സാറ്റിസ്ഫൈയിങ് ആവോ അല്ലെങ്കിൽ അവർക്ക് ഇത് വേർത്തി ആവോ എന്നുള്ളൊരു ഡൗട്ട് ഇനീഷ്യലി പാരന്റ്സിന് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തിനീ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തരം തന്നെയാണ്. പിന്നീടാണ് ശരിക്കും ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയുന്നത്. അറിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഒരുപാട് വളർന്നിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളിലേക്ക് നമുക്ക് ആക്സസിബിൾ ആക്കി തന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ്. ഹായ് രമീസ്. ഹായ്. ഓക്കെ, ഇന്റർവെല്ലിന് ഇപ്പോൾ ഇത്രയും വലിയൊരു അംഗീകാരം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് കൂടി കിട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാലത്തെ കഠിനാധ്വാനത്തിന്റെയൊക്കെ ഒരു ഫലം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്നുള്ള ഒരു കോൺഫിഡൻസ് തരുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ അച്ചീവ്മെന്റ്സും. സോ അങ്ങനെയുള്ള അച്ചീവ്മെന്റ്സ് അതത് സമയത്ത് കിട്ടുന്നത് ശരിക്കും ഒരു മോട്ടിവേഷനാണ് ഈ ഒരു ജേണിയിൽ കോൺഫിഡന്റ് ആയിട്ട് ഈ ടീമോട് കൂടി മുന്നോട്ട് പോകാൻ. അതെ അതെ. ഇപ്പം നേരത്തെ ആണെങ്കിലും ഞാൻ നേരത്തെ ഇന്റർവെൽ ടീമിന്റെ അടുത്ത് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ തന്നെ നിങ്ങളെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഈ ടീമിനെ കണ്ട് പഠിക്കണം എന്ന് നമ്മളോട് പറയുന്നു. സോ അതൊക്കെ ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് പ്രചോദനമാണ്. എന്താണ് അത്തരത്തിൽ മാറാൻ നിങ്ങൾക്ക് സാധിച്ചതിന്റെ ഒരു ജേർണി, അതിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ശരിക്കും ഇത്തരത്തിലുള്ള അവാർഡുകളും റെക്കഗ്നീഷൻസും കിട്ടാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിത് തുടങ്ങുമ്പോൾ നമ്മൾ ആരും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അല്ലെങ്കിൽ മുന്നേ ബിസിനസ് ചെയ്ത് പരിചയമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവരല്ല. അപ്പൊ നമ്മളെല്ലാവരും ബേസിക്കലി ടീച്ചേഴ്സാണ്. പിന്നെ എൻ്റെ കോ ഫൗണ്ടേഴ്സ് സൈക്കോളജിസ്റ്റുമാരാണ്. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പെയിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, കുട്ടികൾ അനുഭവിക്കുന്നു നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നത്. എഴുത്തിലും വായനയിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുട്ടികൾക്ക്, ലേണിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാലത്തും കസ്റ്റമേഴ്സിന്, അതായത് നമ്മളുടെ കുട്ടികളുടെ സാറ്റിസ്ഫാക്ഷനും ആ പാരന്റ്സിന്റെ സാറ്റിസ്ഫാക്ഷനും അവരുടെ ഹാപ്പിനെസ്സിനും അവരുടെ ഇമ്പ്രൂവ്മെന്റ്സിനും ആയിരുന്നു നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റെക്കഗ്നീഷൻസ് നമ്മളെ തേടി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ അത് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇനിയും അത് അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് അറിയാം ഒരുപാട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ടീംസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ഈ ഇത്രയും വലിയൊരു ഒരുപാട് ആളുകൾ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്റർവെൽ വരുന്നത്. പക്ഷെ ഒരു യുണീക്കായി മാറാൻ ഇന്റർവെല്ലിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മാറാനുള്ള അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവരാൻ എന്തൊക്കെയായിരുന്നു നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? ഇപ്പം ഞാനും ഒരു ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാനും ഒരു 4-5 വർഷം മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിന് എന്റെ ക്ലാസ് റൂമിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സിന് ശേഷം എന്റെ കൂടെ ചില കുട്ടികൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ആ ഒരു സമയം മുതലേ തന്നെ ഈ 1-on-1 ട്യൂഷന് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് അപ്രോച്ചിന് ഒരു വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ആ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ യുണിക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പേഴ്സണലൈസേഷൻ ആണ്. അത് നമ്മൾ പാരന്റിനെ വിളിക്കുന്ന കാര്യത്തിലായി കഴിഞ്ഞാലും, ഒരു കുട്ടിയുടെ ക്ലാസ് നടക്കുന്ന കാര്യമായി കഴിഞ്ഞാൽ, ഈവൻ ആ കുട്ടിക്കുള്ള അക്കാഡമിക് കാലണ്ടറും കരിക്കുലവും വരെ നമ്മൾ പേഴ്സണലൈസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കി, ആ കുട്ടിയുടെ നീഡ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പേഴ്സണലൈസേഷൻ തന്നെയാണ് നമ്മളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ. ഓക്കെ, ഇപ്പം എത്രത്തോളം ട്യൂട്ടേഴ്സ് ഉണ്ടാകും ഇന്റർവെല്ലിന്? ഏകദേശം നമുക്ക് 6000-ഓളം ട്യൂട്ടേഴ്സ് ഉണ്ട് ഡെയിലി ക്ലാസ്. 30 രാജ്യങ്ങളിലേക്ക് ഇന്റർവെൽസ് മാറിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? അതെ, നമുക്ക് 30-ൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ മാജോറിറ്റിയും മലയാളികൾ തന്നെയാണ്. അവർ അവിടെ താമസിക്കുന്നവരാണെന്നുള്ളൂ. നമ്മൾ ഏകദേശം 8-ൽ കൂടുതൽ സിലബസുകൾ നമ്മളിപ്പം ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത്തരം സിലബസുകൾ നമ്മളുടെ ഓപ്പറേഷൻസ് ഉള്ളത് ഇന്ത്യയിൽ, കേരളത്തിലെ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്തും, അതുപോലെ തന്നെ ദുബായിലും, പിന്നെ യൂറോപ്പിൽ ഫിൻലാൻഡിലുമാണ് നമുക്ക് ഓപ്പറേഷൻസ് ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കസ്റ്റമേഴ്സ് ആണ്. അവരെ നമുക്ക് ഏതർ യൂറോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫിൻലാൻഡിലായിരിക്കും, അതിൽ ഏഷ്യ ആണെന്നുണ്ടെങ്കിൽ ദുബായിലായിരിക്കും, ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലായിരിക്കും. അങ്ങനെ 3 സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഇന്റർനാഷണൽ മാർക്കറ്റ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇന്റർവെൽ ടീം എന്ന് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയീസിനെ അത്രയും അവരെ ഒരു എംപ്ലോയീസ് ആയി കാണാതെ അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് ഇന്റർവെൽ ടീമിലുള്ളത്. ഇപ്പൊ ഇനോഗ്രേഷനിലാണെങ്കിലും നമ്മളത് കണ്ടതാണ്. ആ ഒരു രീതി അല്ലെങ്കിൽ എംപ്ലോയീസിന് അത്രയും
കൂടെ അല്ലെങ്കിൽ അവരോടൊപ്പം എന്നൊരു ചിന്ത വരാനുള്ള ഒരു കാരണം എന്താണ്? നമുക്ക് തുടക്കം മുതലേ നമ്മളിങ്ങനെ വലിയ കമ്പനികളിൽ നിന്നും വലിയ സാലറി കൊടുത്തിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്തിട്ടൊന്നല്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ സർക്കിളിലുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ നമ്മുടെ ഈ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ നമ്മളിൽ വിശ്വസിച്ചുകൊണ്ട് അവർ നമ്മുടെ കൂടെ കൂടുകയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇന്നുള്ള ഇന്റർവ്യൂവിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടും വലിയ വലിയ സ്റ്റേജിൽ എത്താനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വ്യക്തികളുടെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ കൾച്ചർ നമ്മൾ ഫോം ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ റവന്യൂ ഭയങ്കര സ്റ്റാഗ്നന്റ് ആയ സമയത്ത് നമ്മൾ മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ് ആയിട്ടുള്ള റൈറ്റ് പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ചോദിക്കുന്നത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയ ഉത്തരം എന്ന് പറയുന്നത് നമ്മളുടെ മാൻ പവറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ആ സ്റ്റാഗ്നന്റ് സ്റ്റേജിൽ നിന്നും നമുക്ക് ഭയങ്കര റവന്യൂ ഗ്രോത്തും ഇതുപോലെ നമ്മൾ കമ്പനി ഒരു വിത്തിൻ 1.5 ഇയേഴ്സിലാണ് നമ്മൾ ഇത്രത്തോളം സ്കെയിൽ ചെയ്തത്. ഇത് സംഭവിച്ചത് നമ്മൾ മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മളുടെ മാൻ പവറിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. കമ്പനി സക്സസിലേക്ക് എത്തുന്നതിലുപരി ആ സ്കെയിലിംഗ് സ്റ്റേജിൽ, അത് ഏത് സ്റ്റേജ് ആയി കഴിഞ്ഞാലും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സ്കെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് ആ ടീമിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു വിശ്വാസം നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ എംപ്ലോയീസിനുള്ള അവർ ക്രിയേറ്റീവായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനും ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും കൊണ്ടുവരാനുള്ള ഒരു എൻവയോൺമെന്റും അവരുടെ സ്കില്ല് കൂട്ടാനുള്ള ഒരു ലേണിംഗ് കൾച്ചറുമാണ് നമ്മുടെ. ഓക്കെ, അവിടെയുള്ള നിങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് സ്ട്രക്ചർ ചെയ്തത് പോലും ആ രീതിയിലാണെന്നാണ് എനിക്ക് ഓരോ സ്പോട്ടിനും ഓരോ പേരുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോ ഫസ്റ്റ് ഞാൻ കണ്ട് ഒരു വണ്ടർ അടിച്ചതും അത് തന്നെയായിരുന്നു. കാരണം ഒരു ചായ കുടിക്കുന്ന ഏരിയ ആണെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് പേരുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സെക്ഷനാക്കി നിങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു ഒരു ഓഫീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന്റെ പിന്നിൽ ഉള്ള ഒരു പേഴ്സണൽ, അത് നമ്മളുടെ ഒരു കോ ഫൗണ്ടർ ഉണ്ട്, ഷിബിലി എന്ന് പറയുന്നത്. ആളിങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആൻഡ് ലൈക്ക് ആള് മനസ്സിലൊരു ഇമേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഇമേജിൽ വന്നിട്ടില്ലെങ്കിൽ ആള് ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആൾക്ക് അത് അങ്ങനെ തന്നെ വരണം. അപ്പൊ അങ്ങനത്തെ ഇതിന്റെ ഇന്റീരിയറും ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷിബിലി തന്നെയാണ്. ഈവൻ നമ്മുടെ മെജോറിറ്റി ടീം മെമ്പേഴ്സിനെ ഈ ടീമിലേക്ക് ഓൺബോർഡ് ചെയ്തതും ഷിബിലിയുടെ സർക്കിളിൽ തന്നെയാണ്. ഷിബിലി ഒരു മോർ ലൈക്ക് എ പീപ്പിൾ പേഴ്സൺ. ആൾക്ക് എപ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് ആണ്, എന്നാലാണ് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ആള് തന്നെ ഇത് ഡിസൈൻ ഉണ്ടാക്കിയത് കൊണ്ട് ആളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചറിലും നമ്മളുടെ വർക്ക് സ്പേസിന്റെ ഡിസൈനിലൊക്കെ ഭയങ്കര അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ AI കുറിച്ച് ഇനി കൂടുതൽ AI ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ AI കൂട്ടുകൂടി കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞു. എന്താണ് ഇനി AI കൂട്ടുപിടിച്ചിട്ടുള്ള ഭാവി പരിപാടികൾ? നമ്മളൊരു പേഴ്സണലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയുടെയും പേഴ്സണലൈസ്ഡ് എലമെന്റ്സ് നമ്മൾ ഡിഫറെന്റ് ഏരിയാസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതേ കുട്ടി രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസമൊക്കെ വരുന്നത് ഡിഫറെന്റ് ഇമോഷൻസിലായിരിക്കും. ചിലപ്പം കുട്ടി ഹാപ്പി ആയിട്ട് വരുന്നുണ്ടാവും, ചിലപ്പം കുട്ടി സാഡ് ആയിട്ടായിരിക്കും വരിക, ചിലപ്പം കുട്ടിയുടെ ലേൺ ചെയ്യാനുള്ള ലൈക്ക് ആ ഒരു ഇൻട്രസ്റ്റ് പോലും ഡിഫറെന്റ് ആയിരിക്കും ഈച്ച് ഡേ, റൈറ്റ്? അപ്പൊ അങ്ങനെ ഓരോ ദിവസവും കുട്ടിയുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്തിട്ടും കുട്ടിയുടെ എൻഗേജ്മെന്റ് റേറ്റ് ക്യാപ്ചർ ചെയ്തിട്ടും അതിനനുസരിച്ച് ടീച്ചറിന്റെ ടീച്ചിങ് സ്റ്റൈല് മാറ്റാവുന്ന ഒരു കൈൻഡ് ഓഫ് എഞ്ചിനാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഓൺ ആപ്പിൽ തന്നെയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ NVDAയിൽ നിന്നും ടെക് സപ്പോർട്ടൊക്കെ ഇപ്പം സീക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ലൈക്ക് നമ്മളൊരു ലാംഗ്വേജ് മോഡൽ അല്ല. ഇപ്പൊ ChatGPT പോലെ നമ്മളൊരു കോറി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് കിട്ടുന്ന കൈൻഡ് ഓഫ് ലാംഗ്വേജ് മോഡൽ അല്ല. അത് കുറച്ചും കൂടെ ഒരു ബിഗർ മോഡലാണ്. അപ്പൊ അത് എത്ര കാലം കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും അതിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ AI യൂസ് ചെയ്യുന്നത് ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന എലമെന്റ് പേഴ്സണലൈസേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം T2 12 വരെയുള്ള സ്റ്റുഡൻസിനെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇവർക്ക് ഓരോ രീതിയും അല്ലെങ്കിൽ ഇവര് എങ്ങനെയായിരിക്കും ക്ലാസ് ചെയ്യുന്നത്? ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആണോ? അതിന്റെ രീതികളൊക്കെ എങ്ങനെയാണ്? നമ്മള് പല ഏജിലും പല രീതിയിലാണ് നമ്മളുടെ അപ്രോച്ച് ഉള്ളത്. ഇപ്പൊ 2.5 വയസ്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 2.5 വയസ്സ് മുതൽ ഒരു 7 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഓൺലൈനിൽ 1-on-1 ഇരുത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ബിഗർ ടാസ്ക് ആണ്.
അപ്പോൾ അതിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോണ്ടിസോറി ബാക്ക്ഗ്രൗണ്ടുള്ള ടീച്ചേഴ്സിനെ യൂസ് ചെയ്തിട്ട് മോണ്ടിസോറി മെത്തേഡ്സ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നത്. അത് കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആവുന്നുണ്ട്. ഇനി ഹയർ ക്ലാസ്സസിലേക്ക് 9th 10th 11th ആൻഡ് 12th വരുമ്പോൾ നമുക്ക് സബ്ജക്ട് എക്സ്പേർട്സ് ആണ് അവിടെ കൂടുതലും വരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ സബ്ജക്ട് ഓറിയന്റഡ് ആണ്. ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും. അവിടെ സബ്ജക്റ്റ് ആണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ കൊടുക്കാറുള്ളത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മളുടെ ലേണിംഗ് മെത്തഡോളജി ആണ് നമ്മളുടെ ഒരു യൂണിക് വാല്യൂ പ്രപ്പോസിഷനായിട്ട് കാണിക്കാറുള്ളത്. അപ്പൊ അത് ലൈക്ക് ഹോൾ 1 year കോഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഇതിന്റെ പുറമെ നമുക്ക് ഷോർട്ട് ടേം കോഴ്സുകൾ ഉണ്ട്. 15 ദിവസം മുതൽ 60 days വരെയൊക്കെ വരുന്ന ഫൗണ്ടേഷൻ ലെവൽ കോഴ്സസ്. അത്തരം കോഴ്സസ് നമ്മൾ ഓരോ കുട്ടിയെയും പഠിച്ചിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കരിക്കുലംസ് ബിൽഡ് ചെയ്യാണ് ചെയ്യാറ്. ഇപ്പം ഓരോ ഈ ഒരു ഇന്റർവെൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മുന്നിലേക്ക് ഒരുപാട് വെല്ലുവിളികൾ ചിലപ്പം വന്നിട്ടുണ്ടാകാം. ഒന്നാമത് ഓൺലൈൻ ത്രൂ ആണ് ഈ എഡ്യൂക്കേഷനും ക്ലാസ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു നേരിട്ടത്? അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്? അതിൽ മെയിൻ ആയിട്ടുള്ള വെല്ലുവിളി ഓഫ് കോഴ്സ് ഫിനാൻസ് തന്നെയാണ്. നമുക്ക് ഇനീഷ്യലി ഫണ്ടിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എഗെയിൻ നമ്മുടെ ടീം നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഈവൻ സാലറി ഡിലേ ആയ സമയത്ത് പോലും നമ്മൾക്ക് ഒരു വിഷമവും പറയാതെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ടീമാണ്. അപ്പം പല സമയത്ത് പല രീതിയിൽ ഫിനാൻസ് എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ഹാപ്പിയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മൾ പുതിയൊരു കമ്പനി ആവുമ്പോൾ പാരൻസിന് ശരിക്കും നമ്മുടെ ബ്രാൻഡിനോടുള്ള ഫെമിലിയാരിറ്റി കുറവായിരിക്കും, ട്രസ്റ്റ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ നോർമലി ഉള്ള എഡ്ടെക് കമ്പനികളെക്കാളും അല്ലെങ്കിൽ നോർമലി ഉള്ള എഡ്ടെക് ഓർഗനൈസേഷനേക്കാളും ഒക്കെ കുറച്ചും കൂടെ കൂടുതലാണ് നമ്മളുടെ ഫീ 1-on-1 ആയതുകൊണ്ട് തന്നെ. അപ്പം ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം ഫീ അടക്കുന്നത് അവർക്ക് സാറ്റിസ്ഫൈയിങ് ആവോ അല്ലെങ്കിൽ അവർക്ക് ഇത് വേർത്തി ആവോ എന്നുള്ളൊരു ഡൗട്ട് ഇനീഷ്യലി പാരൻസിന് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇനീഷ്യൽ ബാച്ചസിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയാം. പാരൻസ് ഗ്രൂപ്പ് ക്ലാസ്സസ് നമ്മൾക്ക് ചോദിക്കും, 1-on-1 വേണ്ട എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് അപ്രോച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് നമുക്ക് ഒരുപാട് ബാച്ചസ് നമ്മളിവിടുന്ന് പാസ് ഔട്ട് ആയപ്പോൾ അവരുടെ ഒരു ഇമ്പാക്ട് സ്റ്റോറീസും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അവരുടെ പാരൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതൊക്കെ വേർഡ് ഓഫ് മൗത്ത് വഴി അവർ പലരിടത്തും പറഞ്ഞ് നമുക്കിപ്പോൾ ഒരുപാട് റെഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഡെയിലി റിസപ്ഷനിൽ ഒരു 200 to 250 കോൾസ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ കൊടുത്ത റെസ്പെക്ട് അത് ഇപ്പം തിരിച്ച് നമുക്ക് റെഫറൻസ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. 2018 സമയത്തല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? അതെ, 2018. അപ്പൊ ഈ കോവിഡ് ടൈമിൽ തന്നെ വേറെ ഒരുപാട് എഡ്യൂടെക് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അത്തരം ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് മത്സരത്തിലേക്കാണ് കയറുന്നത്. കാരണം ഒരുപാട് വേറെയും ടീംസ് ഉണ്ട്. അപ്പം അതിലിപ്പം ചിലർ ആ മത്സരത്തിൽ ഓടി ജയിക്കാൻ നോക്കുന്നു, ചിലർ ആ മത്സരത്തിൽ പാതി വഴിയിൽ വീണിട്ട് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു സക്സസിലേക്ക് നിങ്ങളെ കൊണ്ടുപോയത് മെയിൻ ആയിട്ട് എന്തായിരുന്നു ആ ഒരു ഘടകം? അത് അഗെയിൻ ഞങ്ങൾ എന്തിനീ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തരം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ബിസിനസ് ചെയ്യാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു എഡ്ടെക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എഡ്ടെക് ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ആവണോ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയിട്ടുള്ളതല്ല. നമ്മളുടെ മുന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, നമ്മൾ അതിനെ സോൾവ് ചെയ്യാനാണ് നോക്കിയിരുന്നത്. ഈവൻ നമ്മളിത് 2018 തുടങ്ങി, അത് കഴിഞ്ഞ് 2021 നമ്മൾ പിവോട്ട് ചെയ്തിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി. അപ്പോൾ പോലും നമ്മൾ ചെയ്യുന്നത് ഒരു എഡ്ടെക് ബിസിനസ് ആണ് എന്നോ അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഒരുപാട് എഡ്ടെക് ഫേംസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് എന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് മുന്നിൽ കുറച്ച് കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതിനെ സോൾവ് ചെയ്യണം. ഈ ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സ്കെയിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈവൻ ലൈക്ക് ബൈജൂസ് എന്നുള്ള ബ്രാൻഡൊക്കെ അന്ന് അറിയാമെങ്കിൽ കൂടെ ബൈജൂസ് എക്സാക്ട്ലി എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ 1-on-1 ബാക്കിയുള്ള ഫേംസ് ആരൊക്കെയാണെന്നോ ഒന്നും നമുക്ക് അറിയില്ല. ഇതൊക്കെ നമ്മൾ പിന്നീടാണ് ശരിക്കും ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയുന്നത്. പക്ഷെ അറിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഒരുപാട് വളർന്നിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളുടെ മോട്ടീവാണ് നമ്മളെ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിൽ കുറച്ചും കൂടെ ഒരു മുന്നിൽ എത്താനും വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ? ഗവൺമെന്റിന്റെ ഏജൻസി തന്നെയായിട്ടുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് സ്കെയിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് മെന്റർഷിപ്പും അതുപോലെ തന്നെ ഒരുപാട് ഗൈഡൻസ് ഒക്കെ വേണം. അപ്പൊ അതൊക്കെ തരാൻ പ്രാപ്തിയുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പൂൾ ഓഫ് മെന്റേഴ്സിനെയൊക്കെ നമ്മളിലേക്ക് നമുക്ക് ആക്സസിബിൾ ആക്കി തന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. സോ അത്തരത്തിലൊരു എക്കോസിസ്റ്റം ഇനേബിളർ എന്നുള്ള രീതിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇന്റർവെൽ ഒരു വലിയൊരു എന്താ പറയാ ഒരു പ്രചോദനം തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലും പിന്നീട് ഇനി ഇങ്ങോട്ടേക്കുള്ള ഇന്റർവെല്ലിന്റെ ഭാവി പരിപാടികൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും?
നമ്മൾ സ്കെയിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഡിഫറെന്റ് സ്റ്റേറ്റ്സിലേക്ക്, ഡിഫറെന്റ് സ്റ്റേറ്റ് ലാംഗ്വേജസിലേക്ക് ഇപ്പം നമ്മൾ സ്കെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കേരളത്തിൽ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമാണ് ഇപ്പം നമ്മൾ സർവീസ് കൊടുക്കുന്നത്. അത് തമിഴ്, കന്നഡ പോലെയുള്ള, തെലുങ്ക് പോലെയുള്ള റീജിയണൽ ലാംഗ്വേജിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദീസ്, നമ്മൾ ഇന്ത്യയിൽ കൂടുതലും സെല് ചെയ്യുന്നത് അക്കാഡമിക് കോഴ്സസ് ആണ്. ഇനി നോൺ അക്കാഡമിക് കോഴ്സസ് നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5 കോഴ്സസ് നമ്മൾ റിലീസ് ചെയ്തു. ഇത് നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലും മോസ്റ്റ്ലി UK ആൻഡ് US നമ്മൾ ഇതിന്റെ മാർക്കറ്റിംഗ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ കസ്റ്റമർ അക്വിസിഷൻ അവിടെ ഒന്നും കൂടെ ഹൈ പേസ്ഡ് ആക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ദെൻ ടെക് വൈസ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആപ്പ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്വന്തം പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ സർവീസസും മാറ്റി. അതിൽ ഇനി നമ്മൾ കുറച്ച് ഇന്റഗ്രേഷൻസും ഗെയിമിഫിക്കേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ തന്നെ നമ്മൾ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്റർവെൽ വളരെ സക്സസ് ആയി തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ തന്നെ പല പദ്ധതികളിലും ഇന്റർവെൽ എത്തി. ഇനിയും ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും മറ്റ് വലിയ കമ്പനികളിൽ നിന്നാണെങ്കിലും ഒക്കെ ഇന്റർവെല്ലിലേക്ക് വലിയൊരു നിക്ഷേപം അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഇന്റർവെല്ലിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you so much.